നമസ്കാരം. ഇന്നത്തെ കേന്ദ്ര ബജറ്റിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബീഹാറിനായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ബീഹാറിനായി മഖാന ബോർഡ് രൂപീകരിക്കുമെന്നുള്ളത്. സത്യത്തിൽ പലർക്കും മഖാന ബോർഡ് എന്താണെന്നുള്ളത് ഇനിയും മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ബീഹാറിന് മാത്രം ആനുകൂല്യങ്ങൾ കൊടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മഖാന എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മഖാന എന്നത് ഒരു താമര വിത്താണ്. ഇത് ബീഹാറിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒന്നാണ്. സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സാധാരണ ഇതിൽ നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്നവർക്കാണ് കൂടുതൽ പ്രോട്ടീൻ അംശം ശരീരത്തിലുണ്ടാകുക എന്ന് പറയാറുണ്ട്. എന്നാൽ മഖാന എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണ്. നമ്മുടെ നാട്ടിലെ ബോഡി ബിൽഡർമാരിലൊക്കെ തന്നെ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ മഖാന വിത്തുകൾ. മഖാന വിത്തുകളിൽ 90% രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വികസനത്തിനായി പ്രത്യേക ബോർഡ് രൂപീകരിക്കണമെന്ന് നേരത്തെ തന്നെ ബീഹാർ സർക്കാർ പലതവണ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒടുവിൽ ആ ആവശ്യത്തിന് ഇപ്പോൾ ഈ ബജറ്റ് നിർദ്ദേശത്തിലൂടെ പരിഹാരമായിരിക്കുകയാണ്. ബീഹാറിലെ മധുബനിയിലാണ് ഈ മഖാന ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ്. ആരോഗ്യം നിലനിർത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുമെല്ലാം മഖാന നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താം. മഖാനയിൽ കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കലോറി വളരെ കുറവാണെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മഖാന നന്നായി കഴിക്കാം. ഇത് വളരെ രുചികരമായൊരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ മഖാന ഏറെ ഗുണകരമാണ്. കൂടാതെ ഇതിൽ നന്നായി നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഫൈബർ ചേർന്ന ആഹാര സാധനം കൂടിയാണ് മഖാന. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നവർക്ക് വയറിന് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. ഇന്ത്യയിൽ ഇപ്പോൾ മഖാന വളർത്തുന്നതിന് വേണ്ടി പല ബ്രാൻഡുകളും പോലും മുന്നോട്ട് വന്നിട്ടുണ്ട്. രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പോലും ഇപ്പോൾ മഖാനയുടെ വിപണനം ലക്ഷ്യമാക്കിയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ബീഹാർ സർക്കാർ നേരത്തെ തന്നെ മഖാനയ്ക്കായി പ്രത്യേക ബോർഡ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും മറ്റ് ഒരുപാട് ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുമൊക്കെ ഏറെ ഗുണകരമാകുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബീഹാറിനായി നൽകിയിരിക്കുന്നത്. മഖാന ഒരുപക്ഷെ നമ്മുടെ ദക്ഷിണേന്ത്യക്കാരെ സംബന്ധിച്ച് അത്ര പരിചയമുള്ള ഒരു വിഭവമായിരിക്കില്ല എങ്കിൽ പോലും ഭാവിയിൽ ഈ ബജറ്റ് നിർദ്ദേശമൊക്കെ മുന്നോട്ട് വന്ന് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ വരുന്നതോടുകൂടി ദക്ഷിണേന്ത്യക്കാർക്കും ഒരുപക്ഷെ പ്രിയപ്പെട്ട വിഭവമായി മാറാനുള്ള സാധ്യത മഖാനയ്ക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഫിറ്റ്നസ് സെൻ്ററുകളിൽ എത്തുന്നവർക്കൊക്കെ തന്നെ അവരുടെ ട്രെയിനർമാർ നൽകുന്ന ഉപദേശം കഴിവതും മഖാന കഴിക്കണം എന്നതാണ്.